ഇന്ന് ലോകത്തെ തന്നെ ആശങ്കയിലാഴ്ത്തിയ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാനെ ആക്രമിച്ചുകൊണ്ട് തുടക്കമിട്ടത് ഇസ്രായേലായിരുന്നു. ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് ഇസ്രായേലും ഇറാനും പരസ്പരം നശിപ്പിക്കാൻ നടക്കുന്ന ബദ്ധശത്രുക്കളാണ്. എന്നാൽ ഇസ്രായേലും ഇറാനും ആജന്മ ശത്രുക്കളാണോ? ഒരു കാലത്ത് ഇന്നുള്ള ശത്രുതയേക്കാൾ ആഴത്തിലുള്ള സൗഹൃദമായിരുന്നു ഇസ്രായേലും ഇറാനും എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്നറിയില്ല. എന്നാൽ അതാണ് സത്യം. ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം സ്ഥാപിതമാകുന്ന കാലം മുതൽ ഇന്നത്തെ ഇറാൻ ഭരണകൂടം സ്ഥാപിക്കപ്പെടുന്ന കാലം വരെ ഇസ്രായേലും ഇറാനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇസ്രായേലിന്റെ രൂപീകരണത്തെ പോലും അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായിരുന്നു ഇറാൻ. അതേ ഇറാനെ തന്നെയാണ് ഇന്ന് ഇസ്രായേൽ അതിക്രൂരമായി ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 30 വർഷത്തോളം അടുത്ത സുഹൃത്തുക്കളായി പരസ്പരം എണ്ണ വ്യാപാരത്തിലും സാങ്കേതിക സഹായത്തിലും സഹകരിച്ചു പോന്ന ഇസ്രായേലും ഇറാനും പിന്നീട് എങ്ങനെ ബദ്ധവൈരികളായി? അതൊരു കഥയാണ്. 1948 ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നത്. അന്ന് അതിനെ അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഇറാൻ ആയിരുന്നുവെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. തുർക്കിയായിരുന്നു മറ്റൊരു രാജ്യം. 1948 ആദ്യത്തെ അറബ് ഇസ്രായേൽ യുദ്ധം നടക്കുന്നതും. അന്ന് ആ യുദ്ധത്തിൽ ഇറാൻ ഭാഗമായിരുന്നില്ല. യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചതിന് പിന്നാലെ ഇറാൻ ഇസ്രായേലുമായി പങ്കാളിത്തം സ്ഥാപിച്ചു. അന്ന് ഇറാൻ ഭരിക്കുന്നത് ഷാ ഭരണകൂടമായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള എന്നാൽ ഇസ്ലാമിക ഭരണമില്ലാത്ത രാഷ്ട്രങ്ങളെ കൂട്ടുപിടിക്കുക എന്നത് ഇസ്രായേലിന്റെ പ്രഥമ പ്രധാനമന്ത്രി ദാവീദ് ബെൻ ഗുരിയോണിന്റെ തന്ത്രമായിരുന്നു. അതിൽപ്പെട്ടവരായിരുന്നു തുർക്കിയും ആദ്യകാല ഇറാനും. ഇറാൻ മതരാഷ്ട്രമാകുന്നത് 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ്. 1948 മെയിൽ രൂപം കൊണ്ട ഇസ്രായേൽ 1950കളിൽ ഇറാൻ ഭരിച്ചിരുന്ന ഷാ ഭരണകൂടവുമായി അടുത്ത ബന്ധം പുലർത്തി. അന്നും അമേരിക്കയും ഇസ്രായേലും സഖ്യരാഷ്ട്രങ്ങളാണ്. കഥ മാറുന്നത് 1951 മുതലാണ്. 1951 മുഹമ്മദ് മുസാദിഖ് ഇറാൻ പ്രധാനമന്ത്രിയായതോടെ ബന്ധത്തിൽ വിള്ളൽ വീണു. എണ്ണ സമ്പത്ത് ദേശസാൽക്കരിക്കാനുള്ള മുസാദിഖിന്റെ തീരുമാനം ബ്രിട്ടനെയും അമേരിക്കയെയും ചൊടിപ്പിച്ചു. മുസാദിഖിനെ ഏത് വിധേനയും ഭരണഭ്രഷ്ടനാക്കുക എന്നത് അമേരിക്കയുടെ തീരുമാനമായി. അങ്ങനെ CIA നടത്തിയ ഓപ്പറേഷൻ അജാക്സ് എന്ന അട്ടിമറിയിലൂടെ മുസാദിഖ് പുറത്താക്കപ്പെടുകയും വീണ്ടും ഷാ ഭരണകൂടം ഇറാന്റെ പൂർണ്ണ നിയന്ത്രണം തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഇതോടെ ഇസ്രായേലിന് ഇറാനിൽ നിന്ന് സുഗമമായി എണ്ണ ലഭിച്ചു തുടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം ശക്തമാകുകയും ചെയ്തു. ഇറാൻ ഇസ്രായേൽ ബാന്ധവം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിനിടെ 1979 ഇസ്ലാമിക വിപ്ലവമാണ് എല്ലാ സമവാക്യങ്ങളെയും തകിടം മറിച്ചത്. വിപ്ലവത്തിന് ശേഷം ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇറാനിൽ പുതിയ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടു. അതിന്റെ തലവനായി ഇറാന്റെ സുപ്രീം ലീഡറായി ആയത്തുള്ള റൂഹുല്ല ഖൊമൈനി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അധികാരത്തിൽ വന്ന പുതിയ ഭരണകൂടം ഇസ്രായേലിനെ ശത്രുവായി പ്രഖ്യാപിച്ചു. നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. അതിർത്തികൾ പങ്കിടുന്നില്ല എങ്കിലും പ്രോക്സി ഗ്രൂപ്പുകളിലൂടെയും ചാരവൃത്തിയിലൂടെയും ഇരു രാജ്യങ്ങളും പരസ്പരം പോരടിക്കാൻ തുടങ്ങി. അവിടം മുതലാണ് ഇന്നത്തെ ഇറാൻ ഇസ്രായേൽ ശത്രുതയുടെ തുടക്കം. ലിറ്റിൽ സാത്താൻ അഥവാ കുട്ടിപ്പിശാചി എന്നാണ് ആയത്തുള്ള ഖൊമൈനി ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത്. മിഡിൽ ഈസ്റ്റിൽ സ്വന്തം ഇടം കണ്ടെത്താനുള്ള പോരാട്ടത്തിലായിരുന്നു ഇറാൻ. അന്നത്തെ സുപ്രധാന ശക്തികളായ ഇസ്രായേലിനോടും സൗദി അറേബ്യയോടും പോരടിച്ച് മിഡിൽ ഈസ്റ്റിൽ സ്വന്തം സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സൗദിയും ഇസ്രായേലും അന്നും അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. 1979 വരെ ഇറാനും ഇസ്രായേലും നേരിട്ടുള്ള സൈനിക സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇറാനിലെ പുതിയ ഭരണകൂടത്തിന്റെ രൂപീകരണ ശേഷം ഇരുവരുമായുള്ള ബന്ധം വഷളാകുകയും ശീതയുദ്ധങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. നിഴൽ യുദ്ധങ്ങളിലൂടെയായിരുന്നു കൂടുതലും ഇരുവരും ഏറ്റുമുട്ടിയിരുന്നത്. സമയാസമയങ്ങളിൽ ഇസ്രായേലും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. ഇസ്രായേൽ ഇറാൻ ബന്ധത്തിലെ ഏറ്റവും വലിയ വിള്ളലുകളിൽ ഒന്നായി മാറിയത് പൈലറ്റായ റോൺ അറാദിന്റെ തിരോധാനമാണ്. 1986 ലെബനിൽ വെച്ച് കാണാതായ അറാദിനെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന് കൈമാറിയെന്ന ഇസ്രായേലിന്റെ ഉറച്ച വിശ്വാസം ശത്രുതയ്ക്ക് പുതിയ മാനങ്ങൾ നൽകി. തന്റെ സൈനികനെ വിട്ടുനൽകാൻ ഇറാൻ തയ്യാറാകാത്തത് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചു. അതും ശത്രുതയ്ക്ക് കാരണമായി. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അറാദിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഇന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചാരയുദ്ധങ്ങളിലെ കത്തുന്ന അധ്യായമായി തന്നെ തുടരുകയാണ്. 2010 മുതലാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ശത്രുതയുടെ പുതിയ രൂപം തുടങ്ങുന്നത്. ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ തകർക്കാൻ കമ്പ്യൂട്ടർ വൈറസിനെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് സൃഷ്ടിച്ചു. സ്റ്റെക്സ്നെറ്റ് എന്ന് പേരിട്ട ഈ കമ്പ്യൂട്ടർ മാൽവൈറസ് കടത്തിവിട്ട് 2010 ഇറാന്റെ നദാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തി അതിന്റെ പ്രവർത്തനങ്ങൾ താറുമാറാക്കി. ഏകദേശം 19,000 സെൻട്രിഫ്യൂജുകളുള്ള നദാൻസ് പ്ലാന്റിലേക്കാണ്
ടെക്സ്റ്റ് കമ്പ്യൂട്ടറുവേയും കടത്തിവിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ താറുമാറാക്കിയത്. ഇത് ലോക ശ്രദ്ധ നേടിയിരുന്നു. ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാൻ അന്നും ഇന്നും ആരോപിക്കുന്നുണ്ട്. 2024 ഇസ്രായേലും ഇറാനും നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് കടക്കുന്നത്. അതുവരെ ഇറാൻ സൃഷ്ടിച്ചെടുത്ത പ്രോക്സി അഥവാ നിഴൽ യുദ്ധ സംഘങ്ങളിലൂടെയായിരുന്നു ഇറാനും ഇസ്രായേലും പോരടിച്ചിരുന്നത്. ഇറാനെ അനുകൂലിക്കുന്ന സംഘടനകളെ ഒപ്പം നിർത്തി ഒരു പ്രാദേശിക പ്രോക്സി അഥവാ നിഴൽ ശൃംഖല ഇറാൻ രൂപപ്പെടുത്തിയിരുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചത് ഇന്ന് കൊല്ലപ്പെട്ട അലി ഖമനിയാണ്. ലെബനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതികൾക്കും പലസ്തീനിലെ ഹമാസിനും ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ സംഘങ്ങൾക്കും ഇറാൻ സാമ്പത്തിക സഹായവും ആയുധവും നൽകി വന്നു. ഇസ്രായേലിനെതിരെ ഈ സംഘടനകളിലൂടെ ഖമനൈ നിഴൽ യുദ്ധങ്ങൾ നടത്തി. ഒരിക്കലും നേരിട്ടുള്ള പോരാട്ടത്തിന് മുതിർന്നില്ല എങ്കിലും ഇസ്രായേലിനെയും അമേരിക്കയെയും സൗദി അറേബ്യയെയും വെല്ലുവിളിക്കാൻ ഇതുവഴി ഇറാന് സാധിച്ചു. ഇത് നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നത് 2024 സിറിയയിലെ ദമാസ്കസിൽ ഇറാനിയൻ കോൺസുലാർ കെട്ടിടം ആക്രമിച്ച് ഇസ്രായേൽ 12 പേരെ കൊലപ്പെടുത്തി. ഇതിന് മറുപടി എന്നോണമാണ് ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആദ്യമായി ആക്രമിച്ചത്. 2024 ഏപ്രിലായിരുന്നു ഇത്. ഇതോടെ ഇസ്രായേലും ഇറാനു നേരെ പ്രത്യാക്രമണം നടത്തി. പിന്നീട് 2025 ജൂണിൽ ഇസ്രായേൽ ഇറാനിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. ഇറാനിലെ ഒന്നിലധികം ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും അടക്കം ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഇറാൻ പ്രത്യാക്രമണം നടത്തിയെങ്കിലും മേൽക്കൈ നേടിയത് ഇസ്രായേൽ തന്നെയായിരുന്നു. 12 ദിവസമാണ് ഈ യുദ്ധം നീണ്ടുനിന്നത്. ഇപ്പോൾ ഈ വലിയ യുദ്ധം രൂപപ്പെടുത്തിയതും നെതന്യാഹു തന്നെ. മുൻപ് നടന്ന സംഘർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇക്കുറി ഇറാനെ സാർവത്രികമായി തകർത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ യുദ്ധം മുന്നോട്ടു പോകുന്നത്. ഇനി ഇറാന്റെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇറാനും ഇറാന്റെ ആണവമോഹങ്ങളെ എന്ത് വില കൊടുത്തും തടയാൻ ശ്രമിക്കുന്ന ഇസ്രായേലും ഇന്ന് ഏഷ്യയിലെ ഏറ്റവും അപകടകരമായ പോർമുഖത്താണ് നിൽക്കുന്നത്.